ഇതിൻ്റെ ഭാഗ്യമാണ്. വരുൺ, മ്യൂസിക് ഡയറക്ടർ ശ്രീ വരുൺ ഉണ്ണി. നിതീഷ്, രാജേഷ് ഏട്ടൻ വരൂ പ്ലീസ്. സൗണ്ട് ഡിസൈൻ ചെയ്ത ശ്രീ രാജേഷ്. നിതീഷ് പ്ലീസ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും പ്ലീസ്. ഋതിൻ. ഇതിൽ അഭിനേതാക്കൾ ശ്രീ മണികണ്ഠൻ, പോൾ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായിരുന്നു, സോണിയ, പിന്നെ ആരല്ലേ വിളിച്ചു, അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ വിവേക്, ഇതിന്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ളവർ കൂടെ വരാൻ പറ്റിക്കുന്നു. പെട്ടെന്ന് പേരുകൾ കിട്ടുന്നില്ല. സൂര്യ പ്ലീസ്. സബ് ടൈറ്റിൽ ചേരിക്കുന്നത് സൂര്യാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ചിന്നുവാണ്. ചിന്നു ഇതിനു മുമ്പും ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സിനിമ സംഭവിച്ചത്. ഈ സിനിമ ഹരീഷിലേക്ക് എത്തിയതും അങ്ങനെയാണ്. വളരെ മനോഹരമായ രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് ചിന്നുവിൻ്റെ. ഡയാന, ഞാൻ ടോം ഇമ്മട്ടി എൻ്റെ സഹോദരൻ കൂടിയാണ്. പുള്ളിയുടെ ചിത്രത്തിലാണ് ഡയന ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് പരിചയം. പക്ഷെ അവർ വന്ന് വളരെ മനോഹരമായി, സ്ക്രീൻ ടൈം കുറച്ച് കുറവാണെങ്കിലും വളരെ മനോഹരമായിട്ട് ക്യാരക്ടർ ചെയ്തു. വരുൺ ഇപ്പോൾ കന്നഡയിലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഇതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളോട് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട്. ഞാൻ കുറേ കമേഴ്ഷ്യൽ സിനിമകൾ തമിഴ്, തെലുഗു എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു റൈറ്ററുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ അടുത്തോ ഒരു നല്ല കഥ കേൾക്കുമ്പോൾ ഹായ് എനിക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും. അങ്ങനെ രജിതേട്ടൻ കഥയെ ആദ്യം ചിന്നുവിനാണ് അയക്കുന്നത്. അപ്പം ചിന്നുവിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. അപ്പം ഇവരുടെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചിന്നുവിനോട് ചോദിച്ചു, ആ പ്രകാശനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എത്ര സിനിമകൾ ചെയ്താലും ഒരു ഈ ടീമിനെ പറ്റി ടീമിന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഫാമിലി എന്ന് പറയാം. നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഷൂട്ടിൻ്റെ സമയത്ത് എല്ലാം ഒരുമിച്ചായിരുന്നു. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും എല്ലാം ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് ഇതൊരു ഫാമിലി. ഇവർ പ്യോർലി ദേ വോണ്ട് ടു മേക്ക് ഫിലിംസ്. ഈ ഒരു കലയ്ക്ക് വേണ്ടി ഇവർ നല്ല സിനിമകൾ, നല്ല കഥകൾ പറയണമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ടീമാണ്. സോ രജിതേട്ടന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. ആൻഡ് രജിതേട്ടൻ്റെ വേറൊരു സാധനം ഞാൻ കാണുന്നത്, രജിതേട്ടന് ചുറ്റും നിൽക്കുന്ന ഈ ആൾക്കാർ, അത് രജിതേട്ടൻ്റെ പില്ലേഴ്സാണ്. അതുപോലെ തിരിച്ച് അവർക്കും രജിതേട്ടന് അത്രയും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചരം കഥ ചിന്നുവിനയച്ച് ഞാൻ കേട്ടിട്ട് അതെനിക്ക് ഇഷ്ടമായി, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതുപോലെ ഇതുപോലെ വേറെയും കഥകൾ വരട്ടെ. അപ്പം because രജിതേട്ടൻ, as ഹെന ചേച്ചി said, he is a perfectionist. അപ്പം എല്ലാം പുള്ളിക്കാരൻ എല്ലാം ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സാധനങ്ങളും നമ്മളവിടെ പോയി ഒന്ന് അത് എക്സിക്യൂട്ട് മാത്രം ചെയ്താൽ മതി. സോ അത്രയും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സോ അങ്ങനെ ചെയ്യുമ്പം ഭയങ്കര എളുപ്പമായി. ഇറ്റ് ഈസ് വെരി വെരി ഈസി
എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. കുറേ സ്ഥലത്ത് തെലുങ്ക് സിനിമയിലൊക്കെ പോയി അടിയും മാഞ്ച് ഇടിയും മാഞ്ച് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. സോ എനിക്ക് പ്രകാശന എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് അറ്റ് ആൻഡ് ദ ഹോൾ ടീം. ചിന്നു, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഡയനയുടെ സ്ക്രീൻ സ്പേസ് ചെറുതാണെങ്കിലും ഷീ ഈസ് റിയലി ഗുഡ് വിത്ത് വാട്ട് എവർ ഷി ഹാഡ് ഡൺ. സോ ഇപ്പം പുള്ളിക്കാരിനെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് TV ഷോസിലും സിനിമയിലും എല്ലാം. സോ ഇന്നും കുറേ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ കുറേ സ്നേഹം ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ to watch this film and support us. Thank you so much. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ രജിതേട്ടനോടൊരു വലിയ നന്ദിയാണ് അറിയിക്കാനുള്ളത്. എനിക്ക് ചെറുപ്പിൻ്റെ ഭാഗമാകാൻ ഒരു അവസരം തന്നതിൽ. ആൻഡ് യു ഹാവ് റിട്ടൺ ആൻഡ് കൺസീവ് ദ മൂവി ടു വെൽ. ഇവിടെ ഹരീഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൻ്റയർ സ്ക്രിപ്റ്റ് ഒരു ഇലസ്ട്രേഷനോട് കൂടി സ്റ്റോറി ബോർഡിൽ അതോടുകൂടി വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്ത് പിരിയാൻ സാധിച്ചൊരു പ്രോജക്റ്റാണ്. ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഉള്ളുകൊണ്ട് ഫീൽ ചെയ്തത്. പിന്നെ ഹരീഷേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടിയതിലുള്ള അവസരത്തിൽ സന്തോഷിക്കുന്ന പോലെ തന്നെ ചിന്നു ചേച്ചി ആൻഡ് മലയാള സിനിമയിലെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ സ്ക്രീനിങ് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്ക് യു ഓൾ സോ മച്ച്. പിന്നെ നിങ്ങളെല്ലാവരോടും ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ നമ്മുടെ മൂവി കാണാനായിട്ട് എത്തിയതിലും ഇതിൽ പങ്കെടുത്തതിലും ഒക്കെ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് സൂര്യ. ഞാനിതിൻ്റെ സബ് ടൈറ്റിൽസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് ആണ് ചെയ്തത്. രജിതേട്ടൻ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഓ മൈ ഗോഡ് ഇതെങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളതൊരു ചാലഞ്ചായിരുന്നു. പക്ഷേ ഔട്ട് വന്നപ്പോൾ ഭയങ്കര വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈവൻ ആക്ടേഴ്സിൻ്റെ കണ്ണിൽ തന്നെ ആക്ടിങ് ഉള്ളതുകൊണ്ട് നമുക്കത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ ആസ് എ പാർട്ട് ഓഫ് ദിസ് ടീം. അപ്പോൾ അടുത്ത വർക്കിലും കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഇന്ന്. എൻ്റെ പേര് ചിന്നു. ഞാൻ രത്തൻ്റെ കൂടെ ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മനോജ് പിള്ള എന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടൊരു 7 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസൊക്കെ ആദ്യം എനിക്ക് പ്രോജക്റ്റ് തരുന്നത് രത്തേട്ടനാണ്. അപ്പം 1 Night Lovers എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അതിനുശേഷം ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ കഥ വായിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വേറൊരാളെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഹരീഷേട്ടൻ ഇതുപോലെ ചോദിച്ചു പ്രകാശം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ രേത്തേട്ടനോട് പറഞ്ഞു, രേത്തേട്ടാ ഹരീഷേട്ടനൊരു ആഗ്രഹമുണ്ട്, പ്രകാശം ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷേട്ടൻ പറഞ്ഞു എനിക്കും ഭയങ്കര സന്തോഷമാണ് ഹരീഷ് ചെയ്യുവാണെങ്കിൽ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിതൊരു ഇപ്പം എല്ലാവരും പറഞ്ഞു ഇതൊരു നമ്മളൊരു മൊത്തം ഫാമിലി ആയിട്ടൊരു കാര്യമാണ് ചെയ്തത്. ഇത് ഒരു സിനിമ ചെയ്ത പോലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തതാണ്. വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത, പക്ഷേ ഇതൊരു 48 മിനിറ്റിലേക്ക് ഇത് പോയി. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതൊരു ടീം വർക്കാണ്. ഇതിൽ ഗിംബൽ ചെയ്ത അഭിലാഷ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡാനിഷ്, മനു, അപ്പം ഇവരെല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തില്ല. അപ്പം എസ്പെഷ്യലി അഭിലാഷ് ഗിംബൽ ചെയ്ത്, അപ്പം അഭിലാഷ് ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ടീവായിരുന്നു. നമ്മൾ പറയുന്ന ഷോട്ടുകളൊക്കെ അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും രേത്താണ്ണും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അഭിലാഷ് എടുത്തു തന്നു. അപ്പോൾ അഭിലാഷിന് വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പം ഞാൻ വർക്ക് ചെയ്ത സിനിമ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. ഷോർട്ട് ഫിലിം ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഭയങ്കരമാണ്. പക്ഷെ കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് പകുതി മുക്കാലും കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷം ഇത് കാണാൻ നിങ്ങൾ വന്നതിലും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.